24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. ഉഷ്ണതരംഗം രൂക്ഷമായതിനെ തുടർന്ന് ജലപ്രതിസന്ധി വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഡൽഹി സർക്കാർ ഒരുങ്ങുന്നു. ചൂട് കനത്തതോടെ വെള്ളം നൽകുന്നതിൽ നിന്ന് ഹരിയാനയും ഉത്തർപ്രദേശും ഒഴിഞ്ഞു മാറുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഹർജി. ആർ രാധാകൃഷ്ണൻ വീണ്ടും വിവരങ്ങളുമായി ചേരും. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ, പറയൂ. നമ്മുടെ ഉത്തരേന്ത്യയിലാകെ വലിയ ചൂട് ദിവസങ്ങളിലൊക്കെ നിൽക്കുന്നത് ഉഷ്ണതരംഗം എന്ന് പറയാൻ പറ്റുന്ന ഒരവസ്ഥ. ഉഷ്ണതരംഗം എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ്ട് 50 ഡിഗ്രി ആയിരിക്കുന്നു ഡൽഹിയിൽ ഒക്കെ ചൂട്. ഡൽഹിയിൽ ഇന്നലെ നജഫ്ഗഡ് അടക്കമുള്ള മേഖലകളിൽ 49.9 ഡിഗ്രി ചൂട് രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ഇതിനൊരു ഈ 49.9 എന്നുള്ളത് ഔദ്യോഗികമായിട്ട് വരുന്നതിനൊരു കാരണം ഈ 50 ആയിക്കഴിഞ്ഞാൽ 50 ഡിഗ്രി സെൽഷ്യസ് ആയിക്കഴിഞ്ഞാൽ പിന്നത് പൊതു അവധിയൊക്കെ നൽകേണ്ട അവസ്ഥയിലേക്ക് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഒരുപക്ഷെ അത് ഔദ്യോഗികമായിട്ട് 49.9 ഒതുക്കുന്നത്. ഏതായാലും പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിൽ ചുട്ടുപൊള്ളുന്ന രീതിയിലുള്ള ചൂടാണ് ഡൽഹിയിൽ ഉള്ളത്. അത് AC കൊണ്ട് ഒക്കെ നേരിടാമെന്നൊക്കെ കരുതിയവരുടെ ഒക്കെ വിശ്വാസം അത് തെറ്റിച്ചുകൊണ്ടാണ് ചൂട് ശക്തമായിട്ട് മുന്നേറുന്നത്. ഇനി ജൂണുണ്ട്, ജൂലൈ ഉണ്ട്. സാധാരണ ജൂണിലാണ് വലിയ രീതിയിൽ ചൂട് ഉയരുന്നത്. അതുകൊണ്ട് വലിയ ഭീതി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ ചൂട് കൂടുന്നു എന്നതിനൊപ്പം തന്നെ വെള്ളമില്ലാതായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടി ഡൽഹി മാറുകയാണ്. ഡൽഹിയെ സംബന്ധിച്ച് ഈ വെള്ളം വരുന്നത് ഹരിയാനയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നുമാണ്. ഹരിയാന 1-ാം തീയതി മുതൽ ഈ വെള്ളം നൽകുന്ന ഡൽഹിക്ക് നൽകുന്ന വെള്ളത്തിൻ്റെ അളവിൽ കുറവ് വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഡൽഹിയുടെ ജലവിഭവ മന്ത്രി അതിഷി ഇതിനകം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇനി കൂടുതൽ ദിവസം അങ്ങനെ പോകാനായിട്ട് സാധിക്കില്ല. ജനങ്ങൾ വെള്ളം ഉപയോഗിക്കുന്നത് വലിയ രീതിയിൽ കുറവ് വരുത്തണം. എന്നാൽ മാത്രമേ വെള്ളം നമുക്ക് ഉപയോഗിക്കുന്ന അളവിൽ അത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. മാത്രമല്ല വെള്ളത്തിൻ്റെ അളവ് ഓരോ ദിവസവും ഹരിയാന കുറച്ചുകൊണ്ട് വരികയാണ്. അതുകൊണ്ട് സുപ്രീം കോടതിയെ ഈ വിഷയത്തിൽ സമീപിക്കാനായിട്ടാണ് അടിയന്തരമായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹർജി ഉടൻ ഡൽഹി സമർപ്പിക്കും. ഡൽഹിയിലെ ജനങ്ങളുടെ സ്വൈര്യജീവിതത്തെ ഇല്ലാതാക്കി മാറ്റുന്ന വിധത്തിലാണ് ഈ ജലക്ഷാമം എത്തിക്കുന്നത്. അതിന് കാരണം ഹരിയാന എടുക്കുന്ന നിലപാടാണ്. അതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്നൊക്കെയാണ് ഡൽഹി സർക്കാർ പറയുന്നത്. ഏതായാലും ഉഷ്ണവും അതിനെ തുടർന്നുള്ള ജലക്ഷാമവും ജനങ്ങളുടെ ജീവിതത്തെ ഡൽഹിയിൽ വഴിമുട്ടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒപ്പം മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ, രാജസ്ഥാനിലൊക്കെ ചുട്ടുപൊള്ളുകയാണ് ജനങ്ങൾ. ഈ റോഡിലൂടെയൊക്കെ പോകുന്ന ആളുകൾ പലയിടങ്ങളിലും വഴിയിൽ വീണു പോകുന്ന അവസ്ഥ, ചിലർ മരിച്ചു പോകുന്ന അവസ്ഥ, വഴിയിൽ വീണ് ജീവൻ നഷ്ടമാകുന്ന അവസ്ഥ, ഇതൊക്കെ നമുക്ക് സങ്കല്പിക്കുന്നതിന് അപ്പുറമാണ്. എന്നാൽ അത് യാഥാർത്ഥ്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ രാജസ്ഥാൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലും വലിയ ചൂടാണ്. ഉത്തരാഖണ്ഡ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ സാധാരണഗതിയിൽ ഈ ദേവഭൂമി എന്നൊക്കെ പറയുന്ന ഉത്തരാഖണ്ഡിലൊക്കെ ഇത്തവണ അനുഭവപ്പെടുന്ന ചൂട് സമാനതകളില്ലാത്തതാണ് എന്നതാണ് വസ്തുത. SK. ഓക്കെ, താങ്ക് യു ആർ രാധാകൃഷ്ണൻ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.